ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റാദീസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിവിടെ ഇപ്പം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ട്. ഇനി ഇത് നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഷവർമയിലേക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി അല്ലി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു പിഞ്ച് പഞ്ചസാര ഓപ്ഷണലാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമയ്ക്കുള്ള മയോണൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/3 കപ്പ് ഓയിൽ കറക്റ്റായിരുന്നു. നമുക്ക് ഷവർമയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഇവിടെ ഒരു കക്കിരിക്ക കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി അതും കുരുവൊക്കെ കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്, 4 പച്ചമുളക്, ഒരു ക്യാബേജ്. നമുക്കിത് സ്ലൈസായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാബേജ് കൈ വെച്ച് സ്ലൈസായി കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു വെജിറ്റബിൾ പീലർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ അത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും, നല്ല സ്ലൈസ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, ഇത് നല്ല സ്ലൈസായി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. കക്കിരിക്ക അവസാനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കക്കിരിക്ക നിങ്ങൾ എപ്പോഴാണോ ഷവർമ ഫില്ല് ചെയ്യുന്നത് അപ്പം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മളെ ഫില്ലിങ് ഫുള്ളും വെള്ളം പോലെ ആയിപ്പോവും. അപ്പം ഞാനിവിടെ കക്കിരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു കുബ്ബൂസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഇനി അതൊന്ന് റോൾ ചെയ്തെടുക്കാം. കുബൂസ് ഞാൻ ഹോം മെയ്ഡ് കുബൂസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാ കുബൂസിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഹോം മെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.